പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336 ന്യൂ സിലബസ് അനുസരിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെ ചാപ്റ്ററാണ് പബ്ലിക് എക്സാമിനേഷന് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്, മാർക്ക് സിസ്റ്റം എങ്ങനെയൊക്കെയാണ്, സമയക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം +2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336. ഇതുകൂടാതെ വേറൊരു ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഉണ്ട് 632 വൊക്കേഷണൽ സബ്ജക്റ്റ് ആണ്. തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വൊക്കേഷണൽ വിഷയമാണ്. 336 എന്ന് പറയുന്നത് വൊക്കേഷണൽ വിഷയമല്ല. അതുപോലെ തന്നെ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ള വിഷയമാണ് 336. 632 പകുതി ചാപ്റ്റർ 336 പഠിച്ചാൽ മതി. വൊക്കേഷണൽ വിഷയം നമുക്ക് നിർബന്ധമല്ല. 632 ഡാറ്റ എൻട്രി നിർബന്ധമല്ല. അത് ഗവൺമെന്റ് പിൻവലിച്ചിട്ടുണ്ട്. അത് അങ്ങനെ നിയമം വന്നു. പിറ്റേ വർഷം തന്നെ ഇനി മുതൽ വൊക്കേഷണൽ വിഷയം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അത്തരത്തിലുള്ളൊരു വിഷയങ്ങളോ ഡാറ്റ എൻട്രിയോ കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള വിഷയങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കൊടുത്താൽ കുഴപ്പമില്ല, നിർബന്ധമില്ല. പക്ഷെ നമ്മൾ 632 ഡാറ്റ എൻട്രി കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള ഡാറ്റ എൻട്രി ഓപ്പറേഷനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ 336 ഡാറ്റ എൻട്രി കൊടുത്താൽ മതി. എക്സാമിന് വെറും 6 ചാപ്റ്റർ പഠിച്ചാൽ മതി. 632 എടുക്കുകയാണെങ്കിൽ ഏകദേശം 12-13 ഇതിന്റെ ഡബിൾ അധികം ചാപ്റ്റർ പഠിക്കും വേണം. ഓക്കെ, ഇതിൽ നമുക്ക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നാണ്. 2024 ഏപ്രിലും അതിനുശേഷവും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കുകളും ഗൈഡുകളും പഴയത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്തു. പരീക്ഷ എഴുതുന്നവർ അല്ലെങ്കിൽ 2023 വരെ അഡ്മിഷൻ എടുത്ത് എക്സാം എഴുതാൻ കഴിയാതെ ഇപ്പോൾ 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ പഴയ സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി. അവർ ആ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഗൈഡിലുള്ള 10 ചാപ്റ്റർ മുഴുവൻ പഠിക്കണം. എന്നാൽ 2024 അതിനുശേഷമോ ഫ്രഷായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവരുടെ സിലബസിന്റെ 60% പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, മൊത്തം ലെസൺ 10 ലെസൺ ആണ്. അതിൽ TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് 40%. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണ്ട, അത് നോട്ട് ചെയ്ത് വെക്കണം. ലെസൺ 2, ലെസൺ 3, ലെസൺ 6, ലെസൺ 7 4 ചാപ്റ്റർ അസൈൻമെന്റ് ചാപ്റ്റർ ആണ്. അസൈൻമെന്റ് എഴുതാനുള്ള ക്വസ്റ്റ്യനും ആൻസറും മാത്രമാണ് ഈ ചാപ്റ്ററിൽ വരുള്ളൂ. പിന്നെ പബ്ലിക് എക്സാമിന് ബാക്കിയുള്ള 60% വരും. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡ് മറിച്ച് നിങ്ങൾ ടിക്ക് ഇട്ടേക്കാം. ലെസൺ 1 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് 4 ആണ് എക്സാമിന്. പിന്നെ 5, 8, 9, 10 ഇത്രയും ചാപ്റ്റർ ആണ് വരുന്നത്. ഓക്കെ, തിയറി എക്സാമിന്റെ കാര്യമാണ് പറയുന്നത്. പ്രാക്ടിക്കൽ എക്സാമിന് ചിലപ്പോൾ അസൈൻമെന്റിലെ ചാപ്റ്ററിനും പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കും. ഇപ്പൊ ലെസൺ 3 പറയുന്നത് പ്രാക്ടിക്കൽ എക്സാം ആണ്. ലെസൺ 6, 7 ഒക്കെ പ്രാക്ടിക്കൽ എക്സാമിന്റെ ചാപ്റ്ററുകളാണ്. ഞാൻ തിയറി എക്സാമിന്റെ കേസ് പറഞ്ഞത്. തിയറി എക്സാമിന് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ പഠിക്കുന്ന മൈക്രോസോഫ്റ്റ് വേർഡിന്റെ പാഠങ്ങളുണ്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്. അത് ഈ ക്രൈറ്റീരിയ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് മിക്സഡ് ആയിട്ട് വരും. TMA പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ വരും. പ്രാക്ടിക്കൽ എക്സാമിന് തിയറി എക്സാമിന് ഈ 6 ചാപ്റ്റർ പഠിച്ച പോലെ ടിക്കറ്റ് വെക്കാം. ഓക്കെ, ഇനി എക്സാമിന്റെ മോഡൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ വ്യത്യാസമുണ്ട്. പഴയതാകുമ്പോൾ നമുക്ക് നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1/2 മാർക്ക് 1 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് വരെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. മുമ്പത്തെ അപേക്ഷിച്ച് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. മാർക്ക് സിസ്റ്റം പഴയ പോലെ തന്നെയാണ്. ഓക്കെ, ഈ മാർക്ക് സിസ്റ്റം തന്നെ പ്രാക്ടിക്കലിന് 60 മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് കൊമേഴ്സിൽ കൊടുക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ കൊമേഴ്സിന് പലരും പൊളിറ്റിക്സ് കൊടുക്കാറുണ്ട്. അതിന് പകരമായിട്ട് ഇതാണ് എളുപ്പം. പൊളിറ്റിക്സ് ആകുമ്പോൾ നമുക്ക് കുറെ ചാപ്റ്റർ പഠിക്കണം, 26 മാർക്ക് എഴുതി ഉണ്ടാക്കണം. ഇവിടെ കുറഞ്ഞ മാർക്ക് കുറഞ്ഞ ചാപ്റ്റർ മതി.
അപ്പോൾ കൊമേഴ്സിൽ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഒരു സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. ബിസിനസ് അക്കൗണ്ടൻസിക്ക് പുറമെ ഡാറ്റ എൻട്രി കൊടുക്കാം. ഹ്യൂമാനിറ്റീസിൽ ഒരു എക്സ്ട്രാ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. സയൻസിൽ ഒരു എക്സ്ട്രാ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഏത് ഗ്രൂപ്പിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. തിയറിക്ക് നമുക്ക് 32 മാർക്ക്, 40 മാർക്കിന്റെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതെങ്കിലും നമുക്ക് അസൈൻമെന്റ് ഉള്ളത് കൊണ്ട് അത് 32ലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന്റെ 33% ഏകദേശം 11 മാർക്ക് നിങ്ങൾ എഴുതി പാസ്സാണ്. തിയറിക്ക് 11 ഉണ്ടാക്കി മതി. വേറെ വല്ല പൊളിറ്റിക്സോ അല്ലെങ്കിൽ വേറെ വല്ല വിഷയങ്ങൾ കൊടുക്കണേ 26 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം. അതേപോലെ തന്നെ 20ലധികം ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. ഇത് വെറും 6 ചാപ്റ്റർ പഠിച്ച് 11 മാർക്ക് വാങ്ങാൻ പറ്റിയ ഏക വിഷയമാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ. TMA അസൈൻമെന്റ് 8 മാർക്ക്. അസൈൻമെന്റ് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ 20 മാർക്കിന് തന്നെയാണ്. പക്ഷെ പ്രാക്ടിക്കൽ ഉള്ളത് കൊണ്ട് അതിന് 8ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ ചിലർക്ക് റിസൾട്ട് വരുമ്പോൾ പ്രാക്ടിക്കലിന് 6-7 മാർക്കൊക്കെ കാണുമ്പോൾ ചിലവർ എന്ത് പറയും, 20ൽ 6 മാർക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ 20ൽ 8 കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളത് ചിന്തിക്കേണ്ടത് ഔട്ട് ഓഫ് 8 ആണ്. നമ്മൾ എഴുതി കൊടുത്തത് 20ലാണെങ്കിലും അതിന്റെ റിസൾട്ട് പ്രഖ്യാപനം 8ലേക്ക് ആക്കും. 8ന് 8 കിട്ടിയ 8ന് 7 കിട്ടി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ 100 ആണ്. 60 പ്ലസ് 32 പ്ലസ് 8 പ്ലസ് 100 ഇങ്ങനെ 100 മാർക്കിലാണ് വരുന്നത്. ഇനി എക്സാമിന്റെ ടൈം എങ്ങനെയൊക്കെയാണ്? സാധാരണ നമുക്ക് തിയറി എക്സാം വരുന്നത് ഒക്ടോബറിൽ എഴുതുന്നവർക്ക് ഏകദേശം തിയറി എക്സാം വരുന്നത് ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഏപ്രിൽ ബാച്ചിലെ തിയറി എക്സാം എഴുതുന്നവർക്ക് ഏപ്രിൽ ലാസ്റ്റോ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് ആയിരിക്കും ഡാറ്റ എൻട്രിയുടെ എക്സാം വരുന്നത്. തിയറി എക്സാം എപ്പോഴും ഉച്ച സമയത്ത് മാത്രമേ ഉണ്ടായിരിക്കൂ. 2:30 മണിക്കാണ് തുടങ്ങുള്ളൂ. അതിന്റെ ടൈം ഫിക്സ്ഡ് ആണ്. 2:15 മുതൽ കൂൾ ഓഫ് ടൈം തരും 2:30 വരെ. 2:30 മണിക്ക് നിങ്ങൾ എന്തായാലും 2 മണിക്ക് പരീക്ഷ ഹാളിൽ പ്രവേശിക്കണം. 1:30 മണിക്കെങ്കിലും നിങ്ങൾ സെന്ററിൽ എത്തണം. 2 മണിക്ക് പരീക്ഷ ഹാളിൽ പ്രവേശിക്കണം. 2:15 നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം തന്ന ക്വസ്റ്റ്യൻ പേപ്പർ തരും. 2:30 മണിക്ക് നിങ്ങൾക്ക് എഴുതാൻ തുടങ്ങാം. 4 മണി വരെയാണ് ടൈം. ചില സെന്ററുകൾ അത് 4:30 വരെയൊക്കെ കൊടുക്കാറുണ്ട് വിദ്യാർത്ഥികളെ പരിഗണിച്ചു. പക്ഷെ നമുക്ക് 1.5 മണിക്കൂറാണ് നിയമപരമായ ടൈം എങ്കിലും ചില സെന്ററുകൾ 15 മിനിറ്റോ അരമണിക്കൂറൊക്കെ അധികം കൊടുക്കാറുണ്ട്. എല്ലാ സെന്ററും കൊടുക്കണമെന്നില്ല. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ഫിക്സ്ഡ് ടൈമില്ല. പ്രാക്ടിക്കൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ID കാർഡിലുള്ള LISന്റെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ID കാർഡിലുള്ള സ്റ്റഡി സെന്ററിലാണ് പ്രാക്ടിക്കൽ. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈം ഫിക്സ് ചെയ്യും. ഓക്കെ. ചിലവർ അത് ടൈം 2-3 മണിക്കൂറാക്കും, ചിലവർ അതിന് കൂടുതൽ ടൈം ആക്കും. അതിന് ഫിക്സ്ഡ് ടൈമില്ല. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഒക്ടോബർ ബാച്ചിലുള്ളവരാണ്. ജൂലൈ 31 ലാസ്റ്റ്. ഏപ്രിൽ ബാച്ചിലുള്ളവർക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31. അപ്പൊ ഈ ഒക്ടോബറിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജൂലൈ 31. പിന്നെ എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു ജൂലൈ 31 ഉള്ളിൽ തന്നെ 31 വരെ നിങ്ങൾ കാത്തിക്കേണ്ട ആവശ്യമില്ല. സൈറ്റ് എന്തെങ്കിലും ബ്ലോക്ക് ആകുമ്പോൾ എപ്പോഴും അതിന്റെ 2 ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പഠിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഈ പറയുന്ന പബ്ലിക് എക്സാമിന്റെ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് നൽകും. അപ്പോൾ എല്ലാ വിഷയത്തിന്റെയും ക്ലാസ്സുകൾക്കും NSന്റെ SSLC +2 അഡ്മിഷൻ, വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനുകൾക്ക് നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യാം. ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ SSLC +2 അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഗൾഫിലുള്ള മലയാളികൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നിങ്ങൾ ഇനി എവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് തടസ്സമാകാത്ത രീതിയിൽ നിങ്ങൾ രാത്രിയോ പകലോ ഏത് സമയം വേണമെങ്കിലും ക്ലാസ്സുകൾ ലിങ്ക് രൂപത്തിലാക്കി തരും. ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഗൂഗിൾ മീറ്റ് ക്ലാസ്സും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.